ഇനി ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിയില്ല കേട്ടോ. നമുക്ക് ഇതുകൊണ്ട് ഇന്നൊരു സൂത്രം ഒപ്പിക്കാം. അപ്പോൾ സൂത്രം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടുലിപ്പ് ഫ്ലവേഴ്സാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയായിട്ടുള്ള നമ്മുടെ പിസ്തയുടെ ഷെല്ലും പിന്നെ ഇത് പണ്ടെങ്ങാണ്ടോ ഇരുമ്പ് വിലയ്ക്ക് വെക്കാൻ വേണ്ടി എടുത്ത് വെച്ച വയറുകളാണ്. ആ വയറിൽ നിന്ന് കുറച്ച് കമ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞിക്കൈകൾ തന്നെ സഹായിക്കാനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തട്ടി മാറ്റിയിട്ടുണ്ട്. അവരൊന്നും ഇതിൽ കൂട്ടാൻ പറ്റുന്ന ആൾക്കാരേ അല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ B700ൻ്റെ പശയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ ഒക്കെ വെച്ച് ഒട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുക. ആദ്യം 2 എണ്ണം കൂട്ടി ഒട്ടിക്കുക. അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് 2 ഷെല്ലുകളും കൂട്ടി ഒട്ടിക്കുക. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു ദിവസം ഉണങ്ങാൻ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ എടുത്തത്. കാരണം ഇത് ഒട്ടാൻ ഭയങ്കര പണിയായിരുന്നു. അപ്പോൾ ഇനി ഉണങ്ങിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മുറിച്ചിട്ടുള്ള ആ ഗീ വയർ അല്ലെങ്കിൽ കമ്പി എടുത്തിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് ഈ പശയിൽ ഞാൻ കമ്പി അവിടെ ഒട്ടി നിന്നു. അപ്പോൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്ക് ഫെവിക്വിക്ക് ഒക്കെ ഒട്ടുന്നുണ്ടാവും. അങ്ങനെ ഇതിന് പശകളെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്കിത് കളർ ചെയ്യാം. കളർ ചെയ്യാനായിട്ട് എൻ്റെ ഒരു പിങ്ക് പോലത്തെ ഒരു റെഡാണ് കയ്യിലുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂട്ടിയപ്പോഴും റെഡായി കിട്ടിയില്ല. ഒരു ഏകദേശം ഒരു റോസൊന്നും വിട്ടിട്ടൊരു റെഡായിട്ട് കിട്ടിയത്. അപ്പോൾ കിട്ടിയ കളറായില്ലെന്ന് വിചാരിച്ച് ഞാൻ അതിന് ഫുള്ളായിട്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വയറിനൊന്നും കളർ കൊടുത്തിട്ടില്ല. വയർ ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിനുള്ള ലീഫ് ഉണ്ടാക്കാം. ലീഫ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ വേറൊരു വയർ വെട്ടിയെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലീഫിൻ്റെ അതേ വലുപ്പത്തിന് വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാൻ അവിടെ 3 ഇലകൾ ആണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആ ഇലകൾക്ക് നമുക്ക് ഗ്രീൻ കളറുള്ള പെയിൻറ്റ് കുറച്ച് വെള്ളം ചേർത്ത് അയച്ചു കൊടുക്കാം. ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഗ്രീൻ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം കൂട്ടിയത്. നിങ്ങൾക്ക് ഡാർക്ക് ഗ്രീനാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഇല്ലാതെ ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം ഇനി നമുക്കിതൊക്കെ പാടൊന്ന് അതായത് ഒട്ടിച്ച് വെക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കമ്പി എടുത്തിട്ട് ആദ്യം ഫ്ലവേഴ്സ് ഒന്നാകെ ചുറ്റിയിട്ട് ഒരു കമ്പിയാക്കി വെക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഇടയിൽ ഓരോരോ ലീഫും വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് ഒന്നാകെ വെക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ ഉള്ളിലുള്ള ഒരു ലെയറായിട്ട് വരുന്ന ഒരു പീസില്ല, ആ പീസാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കടല വറുക്കണ ആ സാധനമൊക്കെ ഉണ്ടാവില്ലേ, വറുത്ത് കിട്ടണത്, അതേപോലെയുള്ള ഷേപ്പിലാക്കി എടുക്കുക. അതായത് നമുക്കൊരു ചെറിയ ബൊക്കയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആവുമല്ലോ എന്നറിയില്ല. അപ്പോൾ ഇനി ഇത് ഒന്നാകെ അതിൻ്റെ ഉള്ളിൽ ഇറക്കി കൊടുക്കുകയാണ് നല്ലത്. നേരത്തെ ഞാൻ കുറച്ച് കടലാസൊക്കെ തിരികെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തു. ഇങ്ങനെ വെച്ചിട്ടും എനിക്ക് ഇവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് അവസാനം എൻ്റെ കയ്യിലുണ്ടാകുന്ന ഒരു റോസ് റിബ് എടുത്തിട്ട് ഞാൻ കെട്ടിക്കൊടുത്തു. ബോ ആയിട്ട് കെട്ടാൻ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അറിയണ പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പം തിരക്കേടില്ലല്ലോ കാണാൻ. ഇനി നിങ്ങൾ പറ എങ്ങനെയുണ്ട്?